ഫ്രഷ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പഴങ്കഞ്ഞിയുടെ വീഡിയോ ആണ്. അപ്പം എന്താണ് പഴങ്കഞ്ഞിയെ പറ്റി ഇത്രമാത്രം പറയാനെന്ന് എല്ലാവരും ചിന്തിക്കും. എന്നാൽ ഇന്ന് അതിനെപ്പറ്റിയുള്ള ഗുണങ്ങളെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഒരു രാത്രി മുഴുവൻ, അതായത് ഏകദേശം 12 മണിക്കൂർ വെള്ളത്തിൽ കിടക്കുന്ന ചോറിൽ ലാക്റ്റിക് ആസിഡ് എന്ന ബാക്ടീരിയ പ്രവർത്തിച്ച് ചോറിലെ പൊട്ടാസ്യം, അയൺ തുടങ്ങിയ ഘടകങ്ങളെ ഇരട്ടിയായി വർദ്ധിപ്പിക്കും. 100 ഗ്രാം ചോറിൽ അടങ്ങിയിരിക്കുന്ന 3.4 മില്ലിഗ്രാം അയൺ 73.91 മില്ലിഗ്രാമായി വർദ്ധിക്കുന്നു. എല്ലുകളുടെ ബലം വർദ്ധിക്കാൻ ഇത് ഏറെ സഹായിക്കുന്നതാണ്. മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കുന്ന സാധ്യതയില്ലാത്ത B6, B12 വൈറ്റമിനുകൾ പഴങ്കഞ്ഞിയിൽ നിന്നും ധാരാളം ലഭിക്കും. ആരോഗ്യദായകമായ ബാക്ടീരിയകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പഴങ്കഞ്ഞിക്ക് കഴിയും. പഴങ്കഞ്ഞി പ്രാതലായി കഴിക്കുന്നതിന് എളുപ്പം ദഹനത്തിനും ഇതുവഴി വയറിന് കനം തോന്നാതിരിക്കാനും സഹായിക്കും. ചോറ് വെള്ളത്തിലിട്ട് ഏറെ നേരം വയ്ക്കുമ്പോൾ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയെ ചോറിലെ അയൺ, പൊട്ടാസ്യം, അയൺ തുടങ്ങിയ വിവിധ ഘടകങ്ങളെ ഇരട്ടിയായി വർദ്ധിപ്പിക്കും. മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ പഴങ്കഞ്ഞി അത്യുത്തമമാണ്. ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ എന്നീ ഭയാനകമായ അവസ്ഥകളിൽ നിന്നും സംരക്ഷണം ഉറപ്പു നൽകുന്നതോടൊപ്പം ദഹനശേഷി വർദ്ധിപ്പിക്കാനും അൾസർ പോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാനും ഈ പഴങ്കഞ്ഞിക്ക് കഴിയും. മറ്റു ഭക്ഷണ സാധനങ്ങളെ അപേക്ഷിച്ച് പഴങ്കഞ്ഞിയിൽ B6, B12 വൈറ്റമിനുകൾ ധാരാളം അടങ്ങിയിട്ടുമുണ്ട്. പഴങ്കഞ്ഞി കഴിക്കുന്നത് മൂലം അലർജിയും ചർമ്മത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളും തടയാൻ ഇത് ഏറെ ഗുണകരമാണ്. ആരോഗ്യകരമായ ബാക്ടീരിയ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റാൻ ഇത് സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പഴങ്കഞ്ഞി ദിവസവും കുടിക്കുന്നത് നമ്മുടെ ചർമ്മത്തിന് തിളക്കമുണ്ടാകാനും ചെറുപ്പം തോന്നിക്കാനും സഹായിക്കുന്നതാണ്. അണുബാധകൾ വരാതെ തടയുവാൻ ഇത് വളരെയേറെ നല്ലതാണ്. അപ്പോൾ വളരെയധികം ഗുണങ്ങളാണ് പഴങ്കഞ്ഞിക്കുള്ളത്. ഇനി ആരും പഴങ്കഞ്ഞി കുടിക്കാതിരിക്കാനോ മടി കാണിക്കേണ്ട. എല്ലാവരും ഇത് കുടിക്കുക ഉണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ പുതിയ തലമുറയ്ക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പഴങ്കഞ്ഞി കുടിക്കാനായിട്ടുള്ള മടി കാണിക്കുന്നത്. ഇപ്പോൾ കഞ്ഞിക്കട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കടകളും ഒക്കെ ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് താല്പര്യമാണ്. പണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴങ്കഞ്ഞിയും അച്ചാറും ഇച്ചിരി മോരും ഒക്കെ ചേർത്ത് കുടിക്കാൻ പഴയ ആൾക്കാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആഹാരം കൂടിയാണ് ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.